ഹായ് ഫ്രണ്ട്സ്, അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 120ഉം 18-ാം പദം 99ഉം ആയാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഈസി ആയിട്ട് കാണാനായിട്ട് ഉള്ള ഫോർമുല ഇതാണ്. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം പിയും 6-ാം പദം ക്യൂവും ആയാൽ പൊതുവ്യത്യാസം കാണാൻ q മൈനസ് പി ഡിവൈഡഡ് ബൈ r മൈനസ് n. ഓക്കെ അല്ലേ? അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ നോക്കിക്കേ. പൊതുവ്യത്യാസത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഡി അല്ലേ? അപ്പോൾ ഡി ഈക്വൽ ടു ക്യൂ മൈനസ് പി എന്ന് പറയുമ്പോൾ ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 99ഉം പിന്നെ പി എന്ന് പറയുന്നത് എത്രയാണ്? 120ഉമാണ്. അപ്പോൾ 99 മൈനസ് 120, അതിൻ്റെ ഓർഡർ തെറ്റിക്കരുത്. 99 മൈനസ് 120 ഡിവൈഡഡ് ബൈ 99 എന്ന് പറയുന്നത് 18-ാം പദമാണ് അല്ലേ? അപ്പോൾ 18 മൈനസ് 120 എന്ന് പറയുന്നത് 15-ാം പദമാണ്. അപ്പോൾ 18 മൈനസ് 15. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ ആവും. 99 120 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് 99 120 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? വ്യത്യാസം 21ആണ്. വലിയ നമ്പറിന്റെ സൈൻ വേണം കൊടുക്കാൻ. ഇവിടെ 120 ആണ് വലുത്. വലുതിന്റെ സൈൻ എത്രയാ? എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? അപ്പം നെഗറ്റീവ് 21. അല്ലെങ്കിൽ ചെറുതീന്ന് വലുത് മൈനസ് ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവ് സൈൻ ഇടണം. അങ്ങനെ ആലോചിച്ച് വെച്ചാലും മതി. ഇനി താഴെയാണെങ്കിലോ 18 മൈനസ് 15 വലുതിന്ന് ചെറുതാണ് അല്ലെ? അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 3ആണ്. ഇനി മൈനസ് 21 ഡിവൈഡ് ബൈ 3 ആണ്. നെഗറ്റീവ് അവിടെ തന്നെ നിൽക്കട്ടെ. 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. സോ ആൻസർ -7 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.